ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖാണ്. അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇന്നും ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പ്യോർ കോട്ടൺ ബെഡ്ഷീറ്റിന്റെ ഹോൾ വീഡിയോ ആയിട്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ എലാസ്റ്റിക് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. അപ്പോൾ എനിക്ക് അത് നിർബന്ധമാണ്. കാരണം ഞാൻ എപ്പോൾ ബെഡ്ഷീറ്റ് ഇട്ടാലും മക്കൾ വന്നിട്ട് അതൊന്നാകെ കുഴച്ച് മറിച്ച് ചറാൻ വേണ്ടിയിട്ട് അവിടെ ആകെ കൊളാക്കി തരും. അപ്പോൾ ഓ മൈ ഗോഡ്, അതിന് ബെസ്റ്റ് സൊല്യൂഷൻ ഞാനിപ്പോൾ കണ്ടെത്തിയതാണ് ഈ എലാസ്റ്റിക് ഫിറ്റ്. ഇത് ഇറങ്ങിയിട്ട് കുറേ ആയി, പക്ഷെ എൻ്റെ കണ്ണിൽ ഇപ്പോഴേ പെട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു 5-6 എണ്ണങ്ങൾ വാങ്ങിച്ചു വെച്ചു. നമുക്ക് ഓരോ ദിവസം മാറ്റി ഇടാമല്ലോ. തിങ്കളാഴ്ച ഒന്ന്, ചൊവ്വാഴ്ച ഒന്ന്, ബുധനാഴ്ച ഒന്ന്. ജസ്റ്റ് കിഡിങ്. അപ്പോൾ ഞാനിത് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ഇത്. അത് കാരണം ഞാൻ കുറച്ച് വാങ്ങിച്ചു തന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന്. സോ ഫസ്റ്റ് ബെഡ്ഷീറ്റ് ചീത്ത പ്രിന്റ് വരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ച് വെച്ചതല്ലാതെ നോക്കിയിട്ടില്ല കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ 2 പില്ലോ കവർ വന്നിട്ട് ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചത് ഇത് എന്താണ് ഇങ്ങനത്തെ ഒരു കറം ഐഡിയ ആണോ ഈ യെല്ലോ ഡോട്ട്സ്. പിന്നെയാണ് ഞാൻ ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ എടുത്ത് നോക്കിയത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു. ഇഗ്നോർ ദി ബാക്ക്ഗ്രൗണ്ട്. സോ ഇതാണ് ഇതിന്റെ 2 പില്ലോ കവർ വന്നിട്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്റ്റിച്ചിങ് ഒക്കെയാണ്. ആൻഡ് ഇതാണ് ബെഡ്ഷീറ്റ്. ഞാൻ പറഞ്ഞില്ല എലാസ്റ്റിക്കിന്റെ. ആൻഡ് ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് ഇത് നല്ലോണം മനസ്സിലാവുള്ളൂ. ആൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കിങ് സൈസ് ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വൺ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ബെഡ്ഷീറ്റ്. ഇത് അപ്പൊ ഇതാണ് സെക്കൻഡ് വൺ. ഇതിന്റെ പില്ലോ കവർ ആണ് ഇത്. ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് കളർ ഡിസൈൻ വന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളതാണ് ഈ ബെഡ്ഷീറ്റ്. ഒരു ഡാർക്ക് തീമിലാണ് കേട്ടോ ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുത്തിട്ടുള്ളത്. അതിൽ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് വരുന്നത്, പക്ഷെ മെയിനായിട്ട് ഡാർക്ക് തീമാണ്. മക്കളുള്ളപ്പോൾ ഡാർക്ക് കളേഴ്സാണ് ബെസ്റ്റ്. ആൻഡ് ഇതും എലാസ്റ്റിക് വന്നിട്ടാണ്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. അപ്പോൾ തേർഡ് വൺ ഇതാണ്. പുതിയ സാധനത്തിന്റെ മണമാണ്. അപ്പൊ ഇതും ഏകദേശം ഒരു ട്രയാങ്കിൾ ഷെയ്ഡിനൊക്കെ വരുന്നതാണ്. ഇതും ഞാനൊരു ഡാർക്ക് തീമിൽ തന്നെയാണ് മെയിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ പലതരം ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ലൈൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് എന്തോ മാതിരത്തൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് പില്ലോ കവറ്. ഇതും കിങ് സൈസ് ആണല്ലോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാതും കിങ് സൈസ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഡബിളും ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ബെഡ്ഷീറ്റ്. എല്ലാം കോട്ടൺ ആണ് കേട്ടോ.
ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് ഇട്ടിട്ടുള്ളത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആൻഡ് ദിസ് ഇസ് ദ തേർഡ് വൺ. അപ്പൊ ഇതാ നാലാമത്തെ ഐറ്റം. നല്ല വൈറ്റ് കളറാട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. എല്ലാം നോക്കാതെ ശരിയാവില്ലല്ലോ. ഇവരെ ഇടയിലൊക്കെ ഇത് എങ്ങനെ നടക്കും അറിയില്ല, എന്നാലും ഞാനങ്ങ് വാങ്ങിച്ചു. അപ്പൊ ഇതാണ് ഇതിന്റെ പില്ലോ കവറ്. ഒരു ഇങ്ങനെയുള്ള ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഡിസൈനൊക്കെ എന്ത് പേരാന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ കാണിച്ചു തരാനും എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് എന്താ തോന്നുന്നത് അത് പറയാനും കേട്ടോ എനിക്കറിയുള്ളൂ. സോ ദിസ് ഈസ് ദ ഫോർത്ത് വൺ. ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. മെയിൻ തിങ് എന്ന് പറയാനുള്ളത് ഈ എലാസ്റ്റിക് ഫിറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർത്ത് വൺ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാക്ക്. ആൻഡ് ഇതിൽ തന്നെ 3 ബെഡ്ഷീറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് കോംബോ അല്ല, ഞാൻ എന്താ പറയാ, ഒരാളുടെ അടുത്ത് തന്നെ നമ്മൾ 3 വാങ്ങിച്ചതാണ്. സോ അപ്പോൾ ഇതൊന്ന് ഒന്നിച്ചിങ്ങോട്ട് അയച്ചു തന്നു. പൊട്ടിച്ച് നോക്കട്ടെ. ഞാൻ ഈ ബാക്ക് വന്നപ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ 3 ഒന്നിലാണ്. ഞാൻ എന്നിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ് ഇന്നൊന്നും ഡെലിവേർഡ് ആയത്. അപ്പം ഞാൻ ചെക്ക് ചെയ്തത്. അപ്പം ഇത് 3 കൂടെ ഒരു ഒന്നിൽ കെട്ടി ഇട്ടതാണ്. അങ്ങനെ +2 പാസ്സായി. ഇല്ല പാസ്സായി. അപ്പൊ ഇതാണ് ഫസ്റ്റത്തത്. കേട്ടോ നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ. മെറൂണിൽ ഒരു ഫ്ലോറൽ വർക്ക് വന്നിട്ടാണ്. ഇതാണ് പില്ലോ കവർ വരുന്നത്. ഇതാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തരുന്നത് കേട്ടോ. ആൻഡ് ബെഡ്ഷീറ്റ് ഇതാ. ഞാൻ ഇങ്ങനെ കാണിക്കണുള്ളൂ. ഇനി ഇങ്ങനെ തുറന്നിട്ട് ഞാൻ വിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ കാണിച്ചു തരാമല്ലോ. അപ്പോൾ ഇതാണ്. ആൻഡ് നിങ്ങൾക്കിത് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നെക്സ്റ്റ് വൺ 5 കഴിഞ്ഞിട്ട് ഇത് 6ാമത്തെ ബെഡ്ഷീറ്റാണിത്. ഇതൊരു ബ്ലൂ കളറിൽ വന്നിട്ട് വരുന്നത്. ബ്ലൂവും വൈറ്റും ലീമാണ്. നോക്ക് മക്കളെ നോക്ക്. നിങ്ങളത് കാണാറുണ്ടോ? ഭയങ്കര ഇഷ്ടമായിട്ട് അയാളെ സംസാരം. അപ്പൊ ഇതാണ് നമ്മുടെ പില്ലോ കവർ. ഇത് വലിയ ഫ്ലവർ വർക്ക്. നേരത്തെ കണ്ടത് നമ്മൾ ചെറിയ ഫ്ലവർ അല്ലേ, ഇത് വലിയ ഫ്ലവർ. ആൻഡ് നല്ല ചകരി ഇതില്. ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. Hope you like this. And the last one.
ഒരു ബേജ് ടോണിൽ വന്നിട്ടുള്ളതാണ്. ഇതാണ് പില്ലോ കവർ. 2 ഷെയ്ഡിൽ വന്നിട്ടുള്ള കേട്ടോ. ഹാഫ് ആൻഡ് ഹാഫ്. ഇതാണ് നമ്മുടെ പില്ലോ കവർ. ആൻഡ് ദിസ് ഈസ് ദി ബെഡ്ഷീറ്റ്. ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. ഇതൊക്കെ വിരിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഭംഗി എന്താണെന്ന്. മീഷോയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റുകൾ. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോഡും ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോന്റെ സൈഡിലോ താഴെ എവിടെയെങ്കിലും കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് സെർച്ച് ചെയ്താൽ സംഭവം കിട്ടുന്നതാണ്. നല്ല തറ, നല്ല അലമ്പ് കളിക്കണ്ടേ. അതൊക്കെ അയ്യോ 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 അയ്യോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കോഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഓരോന്നിൻ്റെയും ഫോട്ടോ സൈഡിൽ കൊടുക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് ഇമെയിൽ സെർച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ദിസ് ഈസ് മീ ബാസില അസ്ലം സൈനിങ് ഔട്ട് ഫ്രം ദി വിയർഡ് സിസ്റ്റേഴ്സ്. ബൈ.